മാമഹത്ത് എന്തായാലും ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്. ആ ബ്രാൻഡിങ്ങിന്റെ താഴെ ജസ്റ്റ് സ്പോൺസേഴ്സ് ആഡ് ആണെങ്കിലും അല്ലെങ്കിലും ആ ലിങ്ക് കൊടുത്താൽ മതി. അപ്പൊ തന്നെ ബയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും, പേയ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് കൂടുതലാണ്. ഈ D2C ബിസിനസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ആക്ച്വലി എന്താണ് ഈ D2C ബിസിനസ് എന്ന് പറയുന്നത്? വെൽക്കം ഓൾ. ഇത് നമ്മുടെ ഇ-കൊമേഴ്സ് ബിസിനസ് സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ B2B ബിസിനസ്സുകളെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് D2C ബിസിനസ്സുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി എന്താണ് ഈ D2C ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത്? D2C എന്ന് പറയുന്നത് ഒരു എലാബറേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മാനുഫാക്ചർ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിനാണ് D2C എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹോൾസെയിലേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയും എലിമിനേറ്റ് ചെയ്ത് ഡയറക്റ്റ് കസ്റ്റമേഴ്സിനേക്ക് എത്തിക്കുന്നതിനാണ്. അതായത് ഒരു ബ്രാൻഡ് അവരുടെ പ്രൊഡക്റ്റ് ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിനൊക്കെ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക്, എൻഡ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ബിസിനസ് മോഡലിനാണ് D2C കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഏതൊക്കെ ബ്രാൻഡിനെ നമുക്ക് പറയാൻ പറ്റും? ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ കണ്ടുവരുന്നത് മാമഅർത്തൊക്കെ, കോസ്മെറ്റിക്സ് ഒക്കെ ഏകദേശം ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. വാവ് എന്നൊക്കെയുള്ള ബ്രാൻഡുകളൊക്കെ ആ ഒരു കൺസെപ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബോട്ടും ഒരു പരിധി വരെയൊക്കെ ആ ഒരു കൺസെപ്റ്റാണ് ബോട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഒരു ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അവരെ ഇപ്പോൾ ബോട്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ തന്നെ അവരെ വാറണ്ടി സിസ്റ്റം ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ ഓൺലൈൻ ത്രൂ ആണ്. എല്ലാ ആക്സസും കാര്യങ്ങളും കൊറിയർ ചെയ്ത് നമ്മൾ കൊണ്ടുപോകും, അവർ റിപ്പയർ ചെയ്തിട്ട് നമുക്ക് എത്തിക്കുന്ന രീതിയിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എൻഡ് യൂസേഴ്സ് ആണെങ്കിൽ എല്ലാം കമ്പനി ടു എൻഡ് ആണ് കൂടുതലും അതിലേക്ക് വരുന്നത്. ആക്ച്വലി ഈ D2C ബിസിനസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ആക്ച്വലി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ടെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ക്ലയൻസിന് ആക്ച്വലി എൻഡ് യൂസേഴ്സിന് ഒരു പരിധി വരെ ഈ ഒരു യൂസേഴ്സ് ഇപ്പോൾ ഇത് ഈ ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് പേയ്മെൻറ്റ്സുകൾ അഥവാ കോസ്റ്റ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം എൻഡ് യൂസേഴ്സ്, കാരണം ഇവർ പോകുന്ന കമ്മീഷൻസുകളൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി എത്തിക്കാനും ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 1000 rupees പ്രൊഡക്ട്സ് കൊടുക്കുമ്പോൾ ഒരു നമുക്ക് 600 rupees നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റാം. കാരണം ഈ ഒരു കോസ്റ്റ് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഡയറക്റ്റ് എത്തിക്കുന്നുണ്ടല്ലോ. പ്രൊഡക്ഷൻ കോസ്റ്റ്, മാർക്കറ്റിംഗ് കോസ്റ്റ് മാത്രമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. അതെ. പിന്നെ കൂടുതലായിട്ട് ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്യേണ്ട എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഇവർക്കൊക്കെ സ്റ്റോക്ക് കീപ്പ് ചെയ്യണം. ഡെഡ് സ്റ്റോക്ക് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഡെഡ് സ്റ്റോക്ക് ടൈം ഔട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഇത് ഷോപ്പുകളിൽ റിപ്പീറ്റ് ആയിട്ട് ചില ഷോപ്പുകളിൽ പോയിട്ടുള്ളെങ്കിലുള്ള മൈനസുകൾ ഇതൊക്കെ നമുക്ക് അത് ത്രൂ എലിമിനേറ്റ് ചെയ്യാനായിരിക്കാം ഒരു പരിധി വരെ ഈ ബിഗ് ബ്രാൻഡുകളൊക്കെ അത് ചൂസ് ചെയ്യുന്നത്. മറ്റേ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തേക്ക് പോയി അവിടുന്ന് ഇവർ സെല്ലായി റീറ്റെയിലേക്ക് പോയി റീറ്റെയിൽ നിന്നാണ് എന്താണ് കസ്റ്റമേഴ്സിന് എത്തുന്നത്. പിന്നെ അതിൻ്റെ അവയർനെസ്സും ബ്രാൻഡിങ്ങും ഒക്കെ ഓൾറെഡി ഇവർ ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ മാമഹത്ത് എന്തായാലും ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്. ആ ബ്രാൻഡിങ്ങിന്റെ താഴെ ജസ്റ്റ് സ്പോൺസേഴ്സ് ആഡ് ആണെങ്കിലും അല്ലെങ്കിലും ആ ലിങ്ക് കൊടുത്താൽ മതി. അപ്പൊ തന്നെ ബയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും, പേയ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് കൂടുതലാണ്. അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. അതാണ് ആ ഡെഡ് സ്റ്റോക്ക് മാക്സിമം നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റും 100%. കാരണം ചില ഏരിയയിലേക്ക് പറ്റാത്ത പ്രൊഡക്ട്സിനെ നമുക്ക് എന്താണ് പല ഏരിയയിലേക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഒറ്റ സ്ഥലത്ത് ഒറ്റ വെയർ ഹൗസിൽ നിന്നിട്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ്ലി ഒരു ഇന്ത്യ മൊത്തമാണെങ്കിലും വൈഡ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റും. കാരണം ഇപ്പം തന്നെ നമുക്ക് വേറെ കാര്യം എന്താ വെച്ചാൽ ഈ ഡെലിവറി സിസ്റ്റം അത്രയും ഒപ്റ്റിമൈസ്ഡ് ആണ് ഇന്ത്യയിൽ. പല കമ്പനീസ് ഉണ്ട്, നല്ല സർവീസ് കൊടുക്കുന്നതുമായിട്ടുള്ള കമ്പനീസ് ഒരുപാടുണ്ട്. ഇവരെ ഓപ്റ്റ് ചെയ്താൽ മതി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ്സ് എവിടെ എത്തിക്കാം. നമ്മൾ ഡിജിറ്റലി പ്രസൻസിനാണ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ അതും ഭയങ്കരമായിട്ടുള്ള ഒരു യൂസ് കേസുള്ള ഒരു ബ്രാൻഡ് അവയർനെസ്സും കൂടെ അതിലൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഡെവലപ്മെന്റ് സൈഡിൽ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ റീടാർഗറ്റിംഗ് നിർബന്ധമാണ്. അഡ്വർടൈസ്മെന്റ് റീടാർഗറ്റിംഗ് നിർബന്ധമാണ്. അത് പറയുമ്പോൾ ഒരാളെ മൾട്ടിപ്പിൾ തവണ നമുക്ക് ആഡ് ക്യാമ്പയിൻസ് കാണിക്കണം. അതുപോലെ തന്നെ ഈ നമ്മളെ വെബ്സൈറ്റിലേക്ക് ഫസ്റ്റ് ലാൻഡ് ചെയ്ത ആൾക്കാരെ റീടാർഗറ്റ് ചെയ്തിട്ട് ആഡ്സുകൾ ബൈ ചെയ്തത് അല്ലെങ്കിൽ കാർട്ടിലേക്ക് ആഡ് ചെയ്ത് ഇവരൊക്കെ റീടാർഗറ്റ് ചെയ്തിട്ടുള്ള സംഭവം നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് ഫേസ്ബുക്കിൻ്റെ ആണെങ്കിൽ പിക്സൽ, ഗൂഗിളിൻ്റെ ആണെങ്കിൽ ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റ് ഇതൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. നമ്മൾ ഏത് മീഡിയ ത്രൂ ആണോ മാർക്കറ്റ് ചെയ്യുന്നത് അത് മസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണ് നമ്മളെപ്പോഴും പറയുന്നത്.
അത് മാർക്കറ്റിംഗ് സൈഡിൽ നല്ല രീതിയിൽ യൂസ് ആവും. പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും റീടാർഗറ്റിംഗ് മെത്തേഡ്സുകൾ. അതിൽ വേറെ യൂസ് ഉണ്ട്. ഈ റീടാർഗറ്റിംഗ് പല കമ്പനീസുകളും ചെയ്യാത്തൊരു സംഭവമാണ്. റീടാർഗറ്റിംഗ് പിക്സൽ ഇങ്ങനത്തെ ഇൻ്റഗ്രേഷൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളെ ആപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ആക്ച്വലി ഈ ഒരു പ്രൊഡക്ട്സ് അതിന് ബൈ ചെയ്തു, ഒരു പ്രൊഡക്ട്സ് ബൈ ചെയ്തു, എൻ്റെ ബിഹേവിയറുള്ള യൂസേഴ്സിലേക്ക് പിന്നെയും ഈ അഡ്വർടൈസ്മെൻറ്റ് സ്പ്രെഡ് ചെയ്യാം. കാരണം നീ ഇപ്പോൾ ലൈക്ക് ചെയ്യുന്നത്, നീ പ്രൊഡക്ട്സ് ബൈ ചെയ്യുന്നത്, ഇതേ കാറ്റഗറി ഓഫ് ബിഹേവിയറുള്ള ആൾക്കാരെ ഇവർക്ക് ഒരു ഡാറ്റാബേസ് ഉണ്ട്, ഇവരത്തേക്ക് പോവാം. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരത്തേക്ക് എന്താണ് ആഡ് പോവുകയാണ്ട് നമ്മളെ പേയ്മെൻറ്റ് ലോസ് ആവില്ല, കൂടുതൽ സെയിൽസ് കൺവേർഷൻ ആവും. സെയിൽസ് അഡ്വർടൈസ്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ പിക്സലൊക്കെ ഉണ്ട് സെയിൽസ് അഡ്വർടൈസ്മെന്റ്സ് മെത്തേഡ്സുകൾ. അങ്ങനെ പിക്സൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തതാണ് നമുക്ക് സെയിൽസ് കൺവേർഷൻ കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ സെയിൽസ് ഡ്രിവൺ ആകിയിട്ട് നമുക്കതിനെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ബെനിഫിറ്റ് ആയി മാറും. അപ്പോൾ മാർക്കറ്റിംഗ് നിർബന്ധമാണ്. ഒന്ന് ഇൻഫ്ലുവൻസ്, അതിൽ മാർക്കറ്റിംഗ് സൈഡിൽ നമുക്ക് തോന്നുന്നത് ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിംഗ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് നിർബന്ധം. കാരണം എന്നാലാണ് ഒന്നുകൂടി ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുക. പിന്നെ നമുക്ക് പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സുകളിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇന്ത്യയൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റ ഒന്നുകൂടി യൂത്തിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഇൻസ്റ്റയിലേക്ക് നമുക്ക് നല്ല രീതിയിലേക്ക് മാർക്കറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ടത് ആ ഒരു വെർട്ടിക്കലിൽ വരുന്നത് നമുക്ക്. ഓക്കെ. പിന്നെ ഈ D2Cയിൽ എനിക്ക് തോന്നിയൊരു ബെനിഫിറ്റ് ആണ്, കസ്റ്റമറുടെ നിന്ന് ഡയറക്റ്റ് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ പറ്റും ബ്രാൻഡ്സിന്. ഫീഡ്ബാക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെ, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ആ ബ്രാൻഡ്സിന് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ത്രൂ സോഫ്റ്റ്വെയർ ആണോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണെങ്കിൽ പോലും ഡയറക്റ്റ് ഓരോ പ്രൊഡക്റ്റിനുള്ള റിവ്യൂ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അത് ത്രൂ കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ഡാറ്റ കളക്ട് ചെയ്യാനും കൂടി ഒരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടി ഒരു ബെനിഫിറ്റ് ആണ് ഇതിൽ. കാരണം ഡയറക്റ്റ് ടു കസ്റ്റമർ, അതുപോലെ തന്നെ കസ്റ്റമറിന് ഡയറക്റ്റ് ആയിട്ട്. അതിൽ വേറൊരു കാര്യം വെബ്സൈറ്റിൽ ആഡ് ചെയ്യേണ്ട സാധനം എന്ന് വെച്ചാൽ അത് സെക്കൻഡ് ഫേസിൽ കിട്ടുക, പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിനു ശേഷം ടെസ്റ്റിമോണിയൽസ്. അത് വെബ്സൈറ്റിലൊക്കെ ഷോക്കേസ് ചെയ്ത് കഴിഞ്ഞാൽ കൺവേർഷൻ റേറ്റ് നല്ല രീതിയിൽ കൂടും. പിന്നെ ഇങ്ങനത്തെ വെബ്സൈറ്റിലൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നുള്ള ഓഫേഴ്സുകൾ, പെട്ടെന്നുള്ള ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു കൂപ്പൺസ് ഓഫർ ചെയ്യാം. ഇപ്പം നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ബാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇവർക്ക് വേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ നമുക്കൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓർഡർ ചെയ്യാം 1000 rupees ആണെങ്കിൽ 100 rupees ഡിസ്കൗണ്ട് അല്ലെങ്കിൽ 200 rupees ഡിസ്കൗണ്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെയും കൺവേർട്ട് ചെയ്താൽ അപ്പോൾ ടൈമർ കൊടുക്കും. ജസ്റ്റ് ചിലപ്പോൾ 10 minute 15 minute ഉള്ളൂ. അപ്പോൾ തന്നെ ഒരു ബുക്ക് ചെയ്യാം. ഓക്കെ, ലാഭമാണ് എന്നുള്ള തോട്ട് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ചില വെബ്സൈറ്റിൽ കണ്ടിട്ടാവും ടൈമർ റൺ ചെയ്യുന്നത്. ആക്ച്വലി ആ ടൈമർ ഒരു ഫേക്ക് ടൈമേഴ്സ് ആയിരിക്കും. പക്ഷെ അത് ഈ ഓർഡർ ചെയ്യുന്ന ആർക്കും അറിയാം ചിലപ്പോൾ അത് ഫേക്ക് ആയി പിന്നെ ഇതന്നെ കിട്ടുന്നില്ല. പക്ഷെ എന്നാൽ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യും, ബൈ ചെയ്യാനുള്ള ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഓർഡർ ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് ഒരു കൂപ്പൺ കോഡ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പിന്നെ സെയിൽസ് മോർ ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അഫിലിയേറ്റ് പ്രോഗ്രാംസുകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. റെഫറൽ സിസ്റ്റം. അതെ, നമ്മൾ ഈ ഒരു പ്രൊഡക്ട്സിന്റെ കൂപ്പൺസ് ആയിട്ട് ഒരു ബൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും കമ്മീഷൻ ആയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് അഡീഷണലി കൊടുക്കുക. പിന്നെ വേറെ ഓപ്ഷനാണ് നമുക്ക് ആറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളത്. ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, D2C ബ്രാൻഡുകളിലൊക്കെയാണ് അത് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അതില് എന്താ ബെലാവിറ്റന്റെ ഒരു ലക്ഷറി പെർഫ്യൂംസിന് ഇവരിതില് ഒരു കൺസെപ്റ്റ് ഉണ്ട് അങ്ങനെ കൊടുക്കുന്നത്, ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കൺസെപ്റ്റാണ്. അവരുടെ പുതിയ പ്രൊഡക്റ്റിനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യും കൂടെ ചെയ്യാം. ചെറിയ സാമ്പിൾ പാക്ക് ആയിരിക്കും കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ടൈമർ വെച്ചിട്ട് ഇതും കൊടുക്കാം. അപ്പൊ ബെലാവിറ്റിയിൽ ഇപ്പോൾ ഇതിലൊക്കെ ഒരു ബെനിഫിറ്റ് സൈഡ് ഉണ്ട് ഇതിന്. പേയ്മെന്റ് സിസ്റ്റം, അഥവാ നമുക്കിത് D2C ആയതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് കുറക്കേണ്ടി വരും. കാരണം ചിലപ്പോൾ എന്താണ്, അത് നമുക്ക് നല്ല ലോസ് വരുന്ന സംഭവം. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കുറക്കാൻ കുറേ മെത്തേഡ്സുകളുണ്ട്. പിന്നെ കൂടുതലും ഓൺലൈൻ പേയ്മെന്റ് വരാനുള്ള ചാൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബെലാവിറ്റ ആ ഒരു പെർഫ്യൂമൻസ് ഉണ്ട്. ഈ വെറുതെ വെബ്സൈറ്റിൽ ഞാൻ ബൈ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് ഘട്ടത്തേക്ക് എത്തിയപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അതിൽ ഓപ്ഷൻ ഉണ്ട്, അതിന് ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട്. ഓൺലൈൻ പേയ്മെന്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവരെ ഒരു ക്രീമിന്റെ സാമ്പിൾ പാക്കറ്റ് നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് കിട്ടും. 100 രൂപ എന്തോ വർത്തുള്ള പ്രൊഡക്ട്സ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി എന്താണ്, ഞാൻ ആ ഉദ്ദേശിച്ചത് ക്യാഷ് ഓൺ ഡെലിവറി ത്രൂ ബൈ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ ഈ ഒരു ഓപ്ഷൻ കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് സ്വിച്ച് ചെയ്തു. കാരണം ഫ്രീ എന്നുള്ള ഒരു കൺസെപ്റ്റ്, അത്ര രൂപേന്റെ പ്രൊഡക്ട്സിന് ഫ്രീ എന്നുള്ള കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്താണ് നമുക്ക് ഡയറക്റ്റ്, കാരണം COD അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി അല്ലാതെ ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ എന്തായാലും അവർ ഇത് ബൈ ചെയ്തു ഉറപ്പാണ്. റിട്ടേൺ വരാനുള്ള ചാൻസ് വളരെയധികം കുറയും. ഒരു 100% തന്നെ കുറയും എന്ന് പറയാൻ 99% റിട്ടേൺ കുറയും. പക്ഷെ ക്യാഷ് ഓൺ ഡെലിവറിയിൽ റിട്ടേൺ കൂടുതലായിരിക്കാം.
പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ 1% അല്ലെങ്കിൽ 5 rupees ഒക്കെ അഡീഷണൽ വരും എന്ന് പറയുമ്പോൾ പിന്നെയും മോർ നമുക്ക് അതിലേക്ക് ട്രാഫിക് ചെയ്യാൻ പറ്റും. അങ്ങനെ അതൊക്കെ സെക്കൻഡ് ഫേസിലൊക്കെയാണ് അത് ആഡ് ചെയ്യുന്നത്, പല ടെക്നിക്കുകളുണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മോർ ആയിട്ട് ബൈ ചെയ്യാന്ന് വെച്ചാൽ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യുക, പിക്സൽ ത്രൂ അഡ്വർടൈസ്മെന്റ്സ് ത്രൂ റൺ ചെയ്യുന്നു, പല ഓപ്ഷൻസുകൾ ഓഫ് മാർക്കറ്റിംഗ് നമുക്ക് ഇതിൽ കൂടെ ഇവർക്ക് ഒന്ന് പെട്ടെന്ന് ബൈ ചെയ്യിപ്പിക്കാൻ കുറെ ടെൻഡൻസികൾ കൊണ്ടുവരിക എന്നൊക്കെയുള്ളതാണ്. ഇപ്പൊ ടൈമർ ആവട്ടെ, കൂപ്പൺസ് ആവട്ടെ, റിവാർഡ്സ് ആവട്ടെ, ഇതൊക്കെ ഒരു ബുക്ക് ചെയ്യുന്ന ടൈമിൽ ഒന്ന് ഈ ചെക്കൗട്ട് ചെയ്യാതെ വരരുത് എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കണം. പിന്നെ ക്രോസ് സെല്ലിങ്ങും ചെയ്യിപ്പിക്കണം. നമുക്ക് ഇവർക്ക് ഈ ഒരു പ്രൊഡക്ട്സ് ഇപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡെലിവറി ചാർജ് കൊടുക്കുന്നത് കംപ്ലീറ്റ്ലി നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും. ഈ ഒരു പ്രൊഡക്ട്സ് കൂടി കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്ട്സിന് 100 രൂപയാണെങ്കിൽ 2 പ്രൊഡക്ട്സ് എടുക്കുകയാണെങ്കിൽ 150 രൂപ കൊടുക്കാം. അങ്ങനെ മോർ സെല്ലിങ് നമ്മൾ ഇതിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത്, ആ പ്രൊഡക്ട്സ് കൂടുതൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നുള്ളത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പെട്ടെന്ന് കസ്റ്റമേഴ്സിക്ക് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഒറ്റ സ്ഥലത്ത് നിന്നിട്ട് ഇന്ത്യ മൊത്തം വേൾഡ് മൊത്തം നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റേ നമ്മൾ അതിനെ ഡീലേഴ്സിനെ കണ്ടെത്തണം, റീറ്റെയിലേഴ്സിനെ കണ്ടെത്തണം, പിന്നെ അവർക്കിത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോപ്പിലേക്ക് ഇന്ന പ്രൊഡക്ട്സ് വാങ്ങാൻ വരുമ്പോൾ വാങ്ങിക്കോളും. അപ്പോൾ ഏറ്റവും നല്ല ഓൾറെഡി മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ സാധനത്തിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്വർടൈസ്മെന്റ്സ് ഒരു ലിങ്കും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അത് കൺവേർഷൻ എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതല്ലേ. D2Cനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് ഇതുള്ളത്. ഓക്കെ, ആക്ച്വലി ഇപ്പോൾ ഈ D2C ബിസിനസ് തന്നെ എന്തൊക്കെ വെർട്ടിക്കൽസ്, ഏതൊക്കെ ടൈപ്പ് വെർട്ടിക്കൽസ് വരുന്നുണ്ട്? ഇപ്പോൾ ഡയറക്റ്റ് വലിയ ആൾക്കാർ ഫോക്കസ് ചെയ്യാത്തൊരു ഇതുണ്ട്. അഥവാ ഇപ്പോൾ ഞാനൊരു കോഴ്സ് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഡയറക്റ്റ് ആണ്. കാരണം അതിൻ്റെ ഇടയിൽ ഇടനിലക്കാരില്ലാത്ത രീതിയിൽ ഉള്ള രീതിയും ഉണ്ട് കേട്ടോ. ഇല്ലാത്ത രീതിയിൽ ഡയറക്റ്റ് സെല് ചെയ്യുന്നതിനൊക്കെ എന്താണ് D2C എന്നുള്ള കൺസെപ്റ്റും നമുക്ക് അതിനെ പറയാം ഡയറക്റ്റ്. കാരണം ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ബിസിനസ്സോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ട്രെയിനിങ്ങോ ഒക്കെ ആയിട്ടുള്ള ഇത് കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു വെർട്ടിക്കലിനെയും കൂടി നമുക്ക് അതിന് ഉൾപ്പെടുത്താം. അതിലൊക്കെ ഈ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ മേജറായിട്ട് മറ്റു പ്രൊഡക്റ്റുകളൊക്കെയാണ് കൂടുതലായി യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തേനും ഈ ഒരു പേര് പറയാം, പക്ഷെ ഈ പേരിൽ വല്ലാതെ അറിയപ്പെടുന്നില്ല ആ ഒരു മേഖല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനെയും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കോഴ്സ് സെല്ലിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇതിൽ തന്നെ ഉൾപ്പെടുത്താം നമുക്ക്. ഇതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ടതുണ്ട്. ഓവറോൾ ഫസ്റ്റ് ലെയർ ഒക്കെ നമ്മൾ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇ കൊമേഴ്സിന്റെ തന്നെ സെഗ്മെന്റ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും റിക്വയർമെന്റ്സ് അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കണക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. യെസ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.